അതെ, ആ റേഡിയോ ഒന്ന് ഓഫ് ആക്കിയേ. അമ്മയുടെ ജോലി ഇതുവരെ കഴിഞ്ഞില്ല. ആ പ്രവീൺ ഇപ്പൊ എത്തും. കഴിഞ്ഞടി, ഈ ചായയും കൂടി കൊടുത്താ മതി. ഇത് എത്രാമത്തെ അടി? അധികം കഴിക്കണ്ട, പാരമ്പര്യം ഉള്ളതാ. ഇന്ന് എഴുന്നേറ്റ് വന്നുടനെ ആദ്യം ചോദിച്ചത് ഇതാ. ഇതമ്മയുടെ വെഡിങ് സാരി അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഈ ചായ അച്ഛനോട് കൊടുത്തേ. പാവം അച്ഛൻ. ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അച്ഛൻ ഇത്തിരി കടുപ്പത്തില്ല. ആള് വരണില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? കനത്തിന്റെ കാരണം അത് വേറെയാ, അത് നോക്കണ്ട. നിശ്ചയത്തിന് വരാത്ത കാര്യം പിന്നെ ശ്രീധരന്റെ നിശ്ചയം വെളിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് പിന്നെ ഇല്ലായിരിക്കും. എത്ര വലിയ ഹെൽത്ത് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞാലും സ്വന്തം അനിയന്റെ ഹോട്ടൽ പൊട്ടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. പക്ഷെ നാട്ടുകാരുടെ ഹെൽത്ത് നോക്കിയിരുന്ന ആള് സ്വന്തം ഹെൽത്തിന്റെ കാര്യം വരുമ്പോ കണക്കാ. ഹലോ സാറേ, ഹെൽത്ത് ഇൻഷുറൻസിനാണേ. അതൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞാലേ മിസ്റ്റർ. ദയമേ പ്രവീൺ വന്നു. അതൊക്കെ പിന്നെ ചെയ്യാം, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഈ പാത്രം കഴുകിട്ട് ഞാൻ വരാം, നീ പോ. ഈ അമ്മ. വേണ്ട, അത് ഞാൻ വെച്ചോളാം. നീ വെച്ച ശരിയാവില്ല. ഗോ ഗോ ഗോ, വാഷ് യുവർ മൗത്ത്. ഗോ. അച്ഛൻ ഞങ്ങളിപ്പോ ഇറങ്ങുവേ. ഓ ദിയ, വേഗം ഇറങ്ങിയേ. കൃഷ്ണ. ഹലോ, ഞാൻ പോവാണേ. നോ വേ ബ്രോ. ശോചിജി, ബിനീഷിന് ക്വാറന്റൈൻ ഒന്നും കഴിഞ്ഞില്ലേ? അവനെന്നും ക്വാറന്റൈൻ അല്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തന് എന്നും ക്വാറന്റൈൻ അല്ലേ? അത് ശരിയാ. ഇതാര്? പിന്നെ അല്ല, നമ്മള് പറപ്പിക്കില്ലേ? മാസ്ക് വെച്ചോട്ടോ, അല്ലെ പോലീസ് പിടിക്കും. കറക്റ്റ് ടൈമാണല്ലോ. നമ്മള് പറന്നങ്ങ് വരില്ലേ? അല്ല, കാറ് നന്നാക്കിയിട്ടില്ലേ ഇതുവരെ? ഇല്ല, 2 ദിവസം കൂടെ എടുക്കുന്ന വർക്ക്ഷോപ്പ് പറഞ്ഞു. അല്ലേലും സാറിനെ കൊണ്ട് അധികം വണ്ടി ഓടിപ്പിക്കായിരിക്കും നല്ലത്. ആ വണ്ടി ഓടിക്കേണ്ട ആള് അത് ടീച്ചറാ. അച്ഛൻ കേക്കണ്ട. പറഞ്ഞേക്കല്ലേ. അല്ല, ആ ഒരു ആക്സിഡന്റോട് അങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റിയല്ലോ. ശരിയാ. എന്നിട്ട് ആളെന്തേ? അകത്തുണ്ട്. എന്താ ഉദ്ദേശം? ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഈ സാരിയുടെ ഞൂറി ഒന്ന് നോക്കി. ഞാനോ? ഇങ്ങോട്ട് വാ മനുഷ്യ. ജ്യൂസും മരുന്നൊക്കെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് എടുത്ത് കഴിച്ചോണം. പിന്നെ മീനിന് തീറ്റ കൊടുക്കാൻ മറക്കരുത്. എടോ ഇൻസ്പെക്ടർ, മുമ്പത്തെ പോലെ പുറത്തു പോവാനോ വല്ലത് ഓർഡർ ചെയ്യാനോ നോക്കിയ ഞാൻ അറിയും. അറിയാലോ? ആ രാജേ, ഞങ്ങൾ ഇറങ്ങാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഫോട്ടോ കുറവാന്നേ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് പ്രവീൺ. ആ ഗിരിജ, തീ കത്തിക്കുമ്പോ മാമ്പു വാടാതെ നോക്കണേ. നാളത്തെ ക്ലാസിന്റെ കാര്യം ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. പ്രവീൺ, നമുക്ക് പോവാം. ശരി ടീച്ചർ. കേറുമോളെ. വേഗം കീറ്. അങ്ങോട്ട് നീങ്ങിയിരിക്കും. മോളെ പിടിച്ചു നിൽക്കണേ. Done. ഓക്കേ. പാർപ്പിച്ചോ. ചുമ്മാ ഇരി. It's okay. കൊച്ചുകുട്ടികൾക്കുള്ള കസ്റ്റം മെയ്ഡ് ഹാൻഡ് എംബ്രോയിഡറി മാസ്കുകൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് മൾട്ടി കട്ടർ വിത്ത് പീലറും ലഭിക്കുന്നു. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നാപ്തോളിന്റെ വെബ്സൈറ്റിലും അവൈലബിൾ. അനുപമയ്ക്ക് നീതി 43 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ദുൽഖർ സൽമാന്റെ കുറിപ്പിന് ശബരിമലയിൽ ഭക്തജന തിരക്ക്. കോഴിക്കോടിന്റെ പേരിൽ ലോകപ്രശസ്തമായ ഒരു മധുര പലഹാരമാണ് കോഴിക്കോടൻ ഹൽവ. മറ്റു സ്ഥലങ്ങളിലും ഹൽവ ഉണ്ടെങ്കിലും കോഴിക്കോടൻ ഹൽവ അതിന്നൊക്കെ വിഭിന്നമാണ്. നിറത്തിലും രുചിയിലും ഘടനയിലുമെല്ലാം വ്യത്യസ്തമായി ധാരാളം ഹൽവകൾ ഇന്നുണ്ട്. കേടുവരാതെ ഇരിക്കുന്ന ഹൽവ ഉണ്ടാക്കുക എന്നത് പരിചയസമ്പന്നർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മേക്കിങ്ങും വളരെ പ്രധാനമാണ്. കോഴിക്കോടൻ ഹൽവ തയ്യാറാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ്? അതെ, പശു കെട്ടഴിഞ്ഞു പോയായിരുന്നേ. അതാ അവരിറങ്ങുമ്പോ വരാൻ പറ്റായിരുന്നേ. ടീച്ചർ പറഞ്ഞായിരുന്നു ഇടക്കൊന്ന് വന്ന് അന്വേഷിക്കണമെന്ന്. എന്തേലും ആവശ്യമുണ്ടേ വിളിച്ചാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പശുവിനെയും പോയാലോ? അയ്യോ, ഇനി പോകത്തില്ല, മാറ്റി കെട്ടിട്ടുണ്ട് സാറേ. കുറച്ച് ചായ കിട്ടും. ഞാനിപ്പോ ഉണ്ടാക്കിട്ട് വരാം സാറേ. സാറേ, പഞ്ചാര ഇടത്തില്ല കേട്ടോ, ടീച്ചർ അറിഞ്ഞ എന്നെ കൊല്ലു. എല്ലാം ചായം ഇടാം. ഹലോ. അതെ, എനിക്ക് ഷുഗർ ആണെന്നറിയാനായിട്ട് ഈ പഞ്ചായത്തിന്റെ ആരെങ്കിലും ബാക്കിയുണ്ടോ? അവിടെ കുറെ പുതിയ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അവരെത്തുമ്പോ 10-20 കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഒരു മനുഷ്യനെ തെറ്റിക്കാനുണ്ട്. മധുരം നോക്കി നടക്കണ്ട, എല്ലാം ഷെൽഫിൽ ലോക്ക്ഡാണ്. ആ വീണേതേ, ഇതങ്ങ് വെക്ക. ആ, റെഡി.
സൂക്ഷിച്ചോണ്ടോണേ. മേമേ താങ്ക് യു സോ മച്ച്. അതെന്തിന്? മേമയല്ലേ അച്ഛനെ കൺവിൻസ് ചെയ്തത്. ഫോട്ടോ എടുക്കാൻ വിളിക്കണോ? ഞാൻ ഇപ്പൊ വരാട്ടോ, കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വരാട്ടോ. ആ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഒരു യെസ് പറയിക്കാൻ വേണ്ടി എത്ര വർഷം അച്ഛനെ പുറകെ നടത്തിച്ച്? നീ പൊടിയിടുന്നു. എന്റെ പാവം അച്ഛൻ. ഹലോ. ആ അതേടാ, എൻ്റെ കൂടെ പറിക്കുന്ന ജോർജ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ചായ കൊടുക്കണമായിരുന്നു. എന്താ കണ്ടത്? അതേതാ ഇപ്പൊ പെട്ടെന്നൊരു ജോർജ്? ഹെൽത്തിൽ എന്നോട് ഉണ്ടായിരുന്നില്ലേ ജോർജ്? ആണോ? വൈഫാണ് പ്രഭ. എന്നിട്ട് അവൻ ഇതിലെ പോയപ്പോ ഒന്ന് കേറിയതാ. നിക്കട തരാം, ഇരിക്ക്. അദ്ദേഹം ചായ വെക്കണ എന്താ ചെയ്യേണ്ടത്? അവന് നല്ല ദാഹമുണ്ട്. എന്നാ ഫോൺ ജോർജിനൊന്ന് കൊടുത്തേ. വേഗാവട്ടെ, ദാഹിച്ചിരിക്കല്ലേ. ഹലോ ഹലോ. എന്നൊരു കാര്യം ചെയ്യും, ജോർജിന് ചായ കൊടുക്കണ്ട, സമാനമല്ല. അതെ, താക്കോല് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ആ കാലം വെച്ച് സ്റ്റെപ്പ് കയറാൻ നിൽക്കണ്ട, ഇറങ്ങിക്കോ. ഏത് വിഷയം? സാറേ, ടീച്ചറില്ലേ? എന്താണ്? പാത്തുവിന്റെ പിറന്നാൾ പായസാണ്. നിങ്ങൾ വെക്കണ അത്ര ഒന്നും വരൂലാട്ടാ. അതെ, എങ്ങനെ മനസ്സിലായി? അവൾ അടുക്കള തിരക്കില്ല. ആ കൊഴപ്പില്ല, ടീച്ചർ വന്നിട്ട് മതി. അവള് വരാൻ താമസിക്കുന്നു പറഞ്ഞില്ല, ഇങ്ങോട്ട് തന്നേക്ക്. ഹലോ പ്രഭ ടീച്ചറെ, ടീച്ചർ എവിടെയാ? എന്നാ പിന്നെ വരാവേ. പള്ളിപ്പള്ളി പൈസ എന്റെ പട്ടിക്ക് വേണം. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തി? എംപോസിഷൻ. അയ്യോ, എംപോസിഷൻ അല്ല, ഇംപോസിഷൻ. ഓക്കെ. ഇംപോസിഷൻ ഇംഗ്ലീഷില് ഗ്രാമറും സ്പെല്ലിങ്ങും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ. ഭാസ്കരനെ എങ്ങനെ സഹിക്കണോ എന്തോ. എത്ര കഴിച്ചാലും ഇത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം?